നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 579 579. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 579. ഇന്ന് 69 സർഗം. ഗോവർദ്ധന യാഗോദ്യമം. അതിൽ 29 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. വളരെ എന്താണ് പറയുക, എന്താണ് സംഭവിക്കുക എന്നറിയാത്ത രീതിയിലുള്ള ഉത്തേജജനകമായ ഒരു കഥാതന്തുവിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതായത് നന്ദഗോപരെ പോലെയുള്ള എന്താണ് പറയുക, സീനിയർ മോസ്റ്റ് ഗോപന്മാർ, വേറൊരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീകൃഷ്ണൻ 6-7 വയസ്സ് പ്രായം അല്ലേ, അവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം ഒടുക്കം കാലം മകൻ പറയുന്നത് കേൾക്കേണ്ടി വരികയാണ്. അത് ശരിയാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് വട്ടം കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തെളിഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ എന്തായിരുന്നു 29? നിങ്ങളാൽ ചിലരോട് ഈ മട്ട് അരുളിയിടരുതെങ്കിലും അയോഗ്യപൂജനം കണ്ടു പൊറുക്കാഞ്ഞ് ഉര ചെയ്തതാം. നിങ്ങളുടെ പ്രായമൊക്കെ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അത് ശരിയല്ലാന്ന് എനിക്കും അറിയാം. പക്ഷേ അയോഗ്യപൂജനം, ഈ അയോഗ്യപൂജനം എന്നുള്ളതാണ് അനാചാരം എന്നുള്ളതിനെ ഒപ്പം നിൽക്കുക. വേണ്ടതെന്താ വേണ്ടാത്തതെന്താന്ന് അറിയാതെ കൊണ്ട് എന്തൊക്കെയോ നമ്മൾ ചെയ്യാം. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അയോഗ്യപൂജനം കണ്ടു പൊറുക്കാഞ്ഞ് ഉര ചെയ്തതാം. കോമാളിത്തരം കാണിക്കണത് ശരിയല്ല എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി 30 ശ്ലോകം. അവനെ പൂജ ചെയ്തിട്ടു വേണ്ട നമ്മുടെ ജീവിതം, കച്ചോടം കൃഷി പൈമേക്കൽ പണപ്പലിശ. ഇങ്ങനെ അന്നത്തെ കാലത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈശ്യവൃത്തികൾ ഈ 4 നമുക്ക് പശുപാലനം, ഇന്ദ്രനോ ചന്ദ്രനോ വേണ്ട ഗോകുലം നിലനിൽക്കുവാൻ. വളരെ രസാത്മകമായിട്ടുള്ളൊരു സംഭാഷണം. അവനെ പൂജ ചെയ്തിട്ടു വേണ്ട നമ്മുടെ ജീവിതം. ആരെ? ഇന്ദ്രനെ സന്തോഷിപ്പിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. ആരെ? ഭഗവാൻ ശ്രീകൃഷ്ണൻ. കച്ചോടം കൃഷി പൈമേക്കൽ പണപ്പലിശ. ഇങ്ങനെ വൈശ്യവൃത്തികൾ 4 വൈശ്യമാരാണ് ഇവരെ. അതിൽ ഞാൻ ഈ നോർമാഡിക് ട്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ വൈശ്യവൃത്തിയിൽ കച്ചവടമാവാം, കൃഷി ആവാം, പൈമേക്കലാവാം, പണം പലിശയ്ക്ക് കൊടുക്കലാവാം. ഇതിൽ നമ്മൾക്ക് വിധിച്ചിട്ടുള്ളത് പൈമേക്കളാണ്. അതിന് വൈശ്യവൃത്തികൾ ഈ 4 നമുക്ക് പശുപാലനം, ഇന്ദ്രനോ ചന്ദ്രനോ വേണ്ട. എന്തൊരു പ്രാസ! ഇന്ദ്രനോ ചന്ദ്രനോ വേണ്ട ഗോകുലം നിലനിൽക്കുവാൻ. പുല്ലും. അപ്പം ഞാൻ അവിടെ എഴുതുന്നത് മനസ്സ് വേണ്ട അറിവ് ഭക്തി മതി. മനസ്സ് വേണ്ട അറിവ് ഭക്തി മതി. ഇന്ന് ഇവിടെ 31 ശ്ലോകത്തിനാണ് മനസ്സ് വേണ്ട അറിവും ഭക്തി മതി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു കോയിൻസിഡൻ്റാണ്. ഇന്ന് DC ബുക്സിൻ്റെ 18 പുരാണങ്ങൾ സൈമൾട്ടേനിയസ്ലി ഞാൻ വായിച്ചു പഠിക്കുന്നുണ്ട്. അതിൽ ഇന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു 30 മിനിറ്റ്സ് ബാക്ക്. എന്താ പോസ്റ്റ്? അറിവ് തന്നെയാണ് ഭക്തി, ഭക്തി തന്നെയാണ് അറിവ്. ജ്ഞാനമാണ് ഭക്തി, ഭക്തിയാണ് ജ്ഞാനം. അറിവില്ലാത്ത ഭക്തി നിലനിൽക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ദി ബ്ലെസ്ഡ് എന്ന് പറയാൻ കാരണം എനിക്ക് ഈശ്വരൻ ഇനഫ് ടൈം തരുന്നുണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും അതിൽ ആഹ്ലാദിക്കാനും. അതുകൊണ്ടാണ് പറഞ്ഞത്, പുല്ലും വെള്ളവും ഉണ്ടായാൽ പുലരും പൈക്കളൊക്കെയും. പുല്ലും വെള്ളവും ഉണ്ടായാൽ പുലരും പൈക്കളൊക്കെയും. അതിന് ഈ വലുതായി മുന്നിൽ കാണും ഗോവർദ്ധനം മതി.
പുല്ലും മഴയ്ക്കും ഈ ഗോവർദ്ധന പർവ്വതം ഉണ്ടായാൽ മതി. ഗോവർദ്ധനത്തിൻ്റെ 4 പവറും ധാരാളം പുല്ലുണ്ട്. മഴ പെയ്താൽ ആ മഴ കൊണ്ടുണ്ടാവുന്ന വെള്ളം മതി ഈ പുല്ല് ഉണ്ടാവാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു തരാം. ഭഗവാൻ പറയാം, ഗോവർദ്ധന പർവ്വതത്തിനെ പൂജിക്കൂ. അതാണ് ലോജിക്കായിട്ട് അവർക്ക് തോന്നണത്. രജസാലുളവാം വിശ്വം അന്യോന്യം ചേർന്നു നിത്യവും സത്വത്താൽ നിലനിന്നിടും നശിച്ചിടും തമസ്സിനാൽ. അൾട്ടിമേറ്റ് പ്രിൻസിപ്പിളാണ്. എന്താ? രജസ്സുളവാം വിശ്വം, രജോ ഗുണപ്രധാനങ്ങളെ കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളെ അന്യോന്യം ചേർന്നു നിത്യവും സത്വത്താൽ നിലനിന്നിടും. ഒരു കുടുംബം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ രജോ ഗുണം തമോ ഗുണം പോരാ, സാത്വിക ഗുണം തന്നെ വേണം. അപ്പോൾ അച്ഛൻ അമ്മ പറയാറുണ്ട്, അമ്മ മന്ത്രം ചെല്ലാൻ തുടങ്ങിയാൽ ഒരു കുടുംബം നന്നായി. അച്ഛനാണെങ്കിൽ ഒരു വ്യക്തി നന്നായ ഫലമേ ഉള്ളൂ. കാരണം അമ്മ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ആ മന്ത്രത്തിൻ്റെ ധ്വനികളുണ്ടാവും, ബ്ലെസ്സിങ്സ് ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു, രജസുലവാം വിശ്വമന്യോനം ചേർന്ന് നിത്യവും സത്തത്വാൽ നിലനിന്നിടും നശിച്ചിടും തമസ്സിനാൽ. ഇപ്പം യുദ്ധം ഉണ്ടാവണതുണ്ട്. എന്താ കാരണം? തമോ ഗുണമാണ്, നശിപ്പിക്കലാണ്. എൻ്റെ ഒരു കണ്ണ് പോയാലും മറ്റവൻ്റെ 2 കണ്ണും പോട്ടെ, ഇതാണ് തമസ്. അപ്പോൾ അടുത്ത ശ്ലോകം 35. ഇന്ദ്രനു യാഗം ചെയ്തിട്ടോ മേഘം വർഷിപ്പതാഴിയിൽ. വളരെ ടെക്നിക്കൽ ചോദ്യമാണ്. ഇന്ദ്രന് യാഗം ചെയ്തിട്ടാണോ 65% വിസ്താരമുള്ള സമുദ്രത്തിൽ? ഈ ഭൂമിയുടെ പരിധി നിർണ്ണയിക്കുമ്പോൾ 65% സമുദ്രമാണ്, 35% ഭൂമിയുള്ളൂ. അപ്പോൾ കരയിലുള്ളവർ യാഗം ചെയ്തിട്ടാണ് ഈ 65% സ്ഥലത്ത് മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയാണോ അച്ഛാ എന്നാണ് ചോദിച്ചത്. ഇന്ദ്രനു യാഗം ചെയ്തിട്ടോ മേഘം വർഷിപ്പത് ആഴിയിൽ. സമുദ്രത്തിൽ അച്ഛൻ പേടിച്ചിടായക ഏതും ആവില്ല ഒന്നും അയാൾക്ക് ഇതിൽ. അച്ഛാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ട്. പറയണേ, അച്ഛൻ പേടിച്ചിടായക ഏതുമാവില്ല ഒന്നും അയാൾക്ക് ഇത്. അയാൾ വിചാരിച്ചാൽ ഒരു പുല്ലുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ ഓർമ്മയുണ്ടാമോ ലോകപാലനു നമ്മളെ ഗോവർദ്ധനാചലച്ചോട്ടിൽ മേവും പാവങ്ങൾ ഓർക്കിൽ നാം. നമ്മളെപ്പറ്റി ഇന്ദ്രൻ എന്തിനാച്ചാ? ഇന്ദ്രൻ എന്താ വിചാരിക്കുക? ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ഈ പാവങ്ങളുണ്ട് എന്നുള്ളത് അയാൾക്ക് അറിയാതാ. ശരിക്ക് അയാൾക്ക് ഒരു ശിക്ഷ കൊടുക്കാനാണ് ഇതൊക്കെ ചെയ്യണതേ. വത്സസ്തയം എന്ന കഥയിൽ കൂടെ ബ്രഹ്മാവിൻ്റെ അഹന്ത നിർത്തി. ഇനി ഇന്ദ്രൻ്റെ അഹന്ത നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ 37-ാമത്തെ ശ്ലോകം. മഴ പെയ്യിച്ചുകൊണ്ട് അയാൾ വെണ്ണിൽ വാണോട്ടെ യോഗ്യനായി എനിക്കെഴും അഭിപ്രായം ഓതാം അച്ഛൻ്റെ മുമ്പിൽ ഞാൻ. അദ്ദേഹം പറയാണ്, ഭഗവാൻ നന്ദഗോപരോട് പറയണു, മഴ പെയ്യിച്ചുകൊണ്ട് അയാൾ വെണ്ണിൽ വാണോട്ടെ. സ്വർഗലോകത്തിൽ ദേവലോകത്തിൽ അയാൾ മഴ പെയ്ത് അവിടെ ഇരുന്നോട്ടെ. യോഗ്യനായി എനിക്കെഴും അഭിപ്രായം. അങ്ങനെയല്ല, വെണ്ണിൽ വാണോട്ടെ യോഗ്യനായി. അയാളുടെ യോഗ്യതകളൊക്കെ അവിടെ കാണിച്ചാൽ മതി, ഇവിടെ വേണ്ട. എനിക്കെഴും അഭിപ്രായം ഓതാം അച്ഛൻ്റെ മുമ്പിൽ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ എൻ്റെ അഭിപ്രായം പറയാം. ഇനി 38 എന്താ? അപ്പോൾ അവിടെ ഇൻ ഷോർട്ട് സത്യത്തിൽ എന്താ പറയാൻ പോണത്? നിരാകാരത്തിൽ ഈശ്വരനെ ഉപാസിച്ചാൽ മതി. there is nothing else. എന്താ പറഞ്ഞത്? പശുക്കളും ബ്രാഹ്മണരും സന്തോഷിക്കണം ആവിധം ഗോവർദ്ധനാചലത്തിനു യാഗം ചെയ്യണം ഇങ്ങു നാം. പശുക്കളും ബ്രാഹ്മണരും സന്തോഷിക്കണം ആവിധം ഗോവർദ്ധനാചലത്തിനു യാഗം ചെയ്യണമെന്നു നാം. അതോർക്കിൽ വലുതാം ഭക്തപൂജയാണ് ഇല്ലാ സംശയം. കളിപ്പാനിടവും മറ്റും നമുക്ക് ഏകിടുവോനിവൻ. ഈ ഗോവർദ്ധന പർവ്വതമാണ് നമ്മൾക്ക് കളിക്കാനും പുല്ലുമേയ്ക്കാനും ജീവിക്കാനും സന്ദർഭങ്ങൾ തന്നെ എന്നാണ് പറഞ്ഞത്. അതോർക്കിൽ വലുതാം ഭക്തപൂജയാണ് ഇല്ലാ സംശയം. ഞാൻ പറഞ്ഞത് അച്ഛൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഭക്തിയോട് ചെയ്യുന്ന പൂജ.
കളിപ്പാനിടവും മറ്റും നമുക്ക് കേടുവോനിവൻ. ഇനി 40ാമത്തെ ശ്ലോകം. ആചരിക്കണം ഈ ആണ്ടിൽ നമുക്ക് ഗിരിപൂജനം, പാരിൻ്റെ കണ്ണും കരളും കുളിർത്തിടണം ആവിധം. ആചരിക്കണം, ഈ വർഷം നമ്മൾക്ക് ഗോവർദ്ധന പൂജ ചെയ്യാം മേലിലും. ഗിരിപൂജനം, പാരിൻ്റെ കണ്ണും കരളും കുളിർത്തിയിടണം ആവിധം. ഈ ലോകത്തിൻ്റെ കണ്ണും കരളും ഈ ഗോവർദ്ധന പൂജ കൊണ്ട് കുളിർക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 41ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ്. വലിയ വരികൾ ശ്രദ്ധിക്കാം. അകലുഷം അമ്പിയെന്ന് അജിതനോദി യജ്ഞമൊഴികെ അകലുഷം അമ്പിയെന്ന് അജിതൻ ഓതി യജ്ഞമൊഴി കേട്ട് ഭഗവാന്റെ വാക്കുകൾ കേട്ട് അഖിലരും ഒന്നുപോലെ അതിലാർന്നു പരം കുതുകം. ഈ 6 വയസ്സായ കുട്ടി 6-7 വയസ്സായ കുട്ടി ഇത്ര വലിയ കാര്യം പറയേ. എത്ര രസമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയത്. മികവഴും ആ മഹോത്സവം അറിഞ്ഞൊരു ഗോപികൾ അന്ന് അകമലരിങ്കൽ ഓർത്തു പുതുചേലകൾ വാങ്ങിയിടുവാൻ. അല്ലേ, ഒരു നാട്ടിലൊരു പൂരം വരികയാണെങ്കിൽ ആദ്യം നമ്മളെന്താ വാങ്ങുക? പൂരത്തിന് ഡ്രസ്സ്, കുപ്പായം തുന്നി കിട്ടണം, ബ്ലൗസ് അടിച്ച് കിട്ടണം, അല്ലേ, സാരി, പിന്നെ എന്താണെന്നാ പറയുക, ഫാള് വയ്ക്കണം, അങ്ങനെ പല കാര്യങ്ങളും. അകലുഷം അമ്പി എന്ന് അജിതൻ ഓതി, അജിതൻ ജനിക്കാത്തവെന്ന് അർത്ഥേ, അജിതൻ ഓതി യജ്ഞമൊഴികേട്ട് അജിതൻ അകലുഷം അമ്പിയെന്ന് അജിതൻ ഓതിയ നന്മൊഴി കേട്ട്, അവിടെ കൂട്ടക്ഷരം എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. നന്മൊഴി കേട്ട് അഖിലരും ഒന്നുപോലെ അതിലാർന്നു പരം കുതുകം. മികവിഴും ആ മഹോത്സവമറിഞ്ഞൊരു ഗോപികൾ അന്ന് അകമലരിങ്കൽ ഓർത്തു പുതുചേലകൾ വാങ്ങിയിടുവാൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാഖണ്ഡേ ഏകോനസപ്തതിതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 70ാം സർഗം. 70ാം സർഗം ഗോവർദ്ധനത്തിൽ ഭഗവത് പ്രത്യക്ഷവും മറ്റും. ഗോവർദ്ധനം ഭഗവന്മയമായി, ഭഗവാൻ പിന്നെ ഉണ്ടാക്കിയ നിവേദ്യങ്ങളൊക്കെ കഴിച്ചു, അതന്നെ സന്തോഷിച്ചു പോകാൻ. ഗോപന്മാരോടുടൻ ഗോവർദ്ധന യജ്ഞ മഹോത്സവം കൊണ്ടേണ്ടുന്നതാം രീതി ചൊല്ലിനാൻ പ്രഭു. അല്ല, അങ്ങിപ്പോൾ ഈ ഗോവർദ്ധനെ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ രീതി ഒന്ന് പറഞ്ഞു തന്നാൽ. രാഗം അനുരാഗം മതി. എൻ്റെ ഗുരുനാഥൻ അങ്ങനെ പറഞ്ഞോ, ഈ ഭാഗവതത്തിന് രാഗമൊന്നുമില്ല, അനുരാഗം മതി. അപ്പോൾ രീതിയല്ല നമ്മൾക്ക് ആവശ്യം, ഭക്തി ഉണ്ടായാൽ മതി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. കൊണ്ടാടേണ്ടുന്നതാം രീതി ചൊല്ലിനാൻ പ്രഭു. ഇന്ദ്രയാഗത്തിനായി നിങ്ങൾ ഇവിടം സംഭരിച്ചതിൽ ഇലയും പഴവും തൈരും അധികം വേണ്ടതായി വരും. ഇലയും പഴവും തൈരും അധികം വേണ്ടതായി വരും. മതിയാകില്ല വിറകിൻ കൂമ്പാരം മധു നിശ്ചയം. ഒരു മൂത്തവട്ട ചീഫ് കുക്കിനെ പോലെ അദ്ദേഹം പറഞ്ഞതേ, മതിയാകില്ല വിറകിൻ കൂമ്പാരം മധു നിശ്ചയം. ജിലേബി, ലഡ്ഡു, സുഖിയൻ മുതലായ പലഹാരവും ധാരാളം ഉണ്ടാക്കിയിടണം. കുറവാകരുതൊന്നിലും ക്ഷാമം ഉണ്ടാവാൻ പാടില്ല. 7 വയസ്സായിട്ടുള്ള കുട്ടിയാണ് പറഞ്ഞത്. സത്യം, മണിയടിച്ചു. പാലിനെല്ലാം വീട്ടിൽ നിന്നും ആദ്യം ഏൽപ്പിച്ചു കൊള്ളണം. പാലിനെല്ലാ വീട്ടിൽ നിന്നും ആദ്യമേ ഏൽപ്പിച്ചു കൊള്ളണം. പാൽപ്പായസം 4 കാതം, ചരക്ക് 7-8 കാണണം. പാൽപ്പായസം 4 കാതം, ചരക്ക് 7-8 കാണണം. ഇത് കൃഷ്ണൻ ഭട്ടതിരിയുടെയാണേ. കാരണം അദ്ദേഹം ഗുരുവായൂരിൽ മേൽശാന്തി ആയിരുന്നില്ലേ? അവിടുത്തെ ചെരുവങ്ങൾ കണ്ടിട്ടുണ്ടോ?
2 അടി 3 അടി ആളാൾ അല്ലേ. അത് പിന്നെ അടുപ്പിൽ നിന്ന് ഇറക്കണം പരിപാടിയില്ല. വെള്ളം നിറച്ച് തേവി പൈപ്പിട്ട് തേവി കളയുക, തുടയ്ക്കുക, അത്ര പറ്റുള്ളൂ. കേട്ടു കേട്ടു പലേ ദിക്കിൽ നിന്നും വിപ്രരണഞ്ഞിടും വേദത്തിൻ കര കണ്ടുള്ളോരവരിൽ പല യോഗ്യരും. വേദജ്ഞന്മാരെയാണ് നന്ദഗോപുർ വിളിച്ചത്, അല്ലെങ്കിൽ ഭഗവാൻ വിളിക്കാൻ പറഞ്ഞത്. കേട്ടു കേട്ടു പലേ ദിക്കിൽ നിന്നും വിപ്രരണഞ്ഞിടും വേദത്തിൽ കര കണ്ടുള്ളോരവരിൽ പല യോഗ്യരും. നോട്ട് ആൾന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ, ശരിയല്ലേ? അവസാനം അവരിൽ പല യോഗ്യരും ഉണ്ടാകും ഭക്തരായങ്ങ് ഇങ്ങ് അവരെ കൊണ്ട് ഹോമവും ജപവും ദേവദേവന് നേരിൽ ചെയ്യിച്ചു കൊള്ളണം. ദേവദേവന്, ഈശ്വരന്, ഇന്ദ്രനെ എന്നല്ല പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ദേവതകളെ പൂജിക്കരുത്, ഈശ്വരനെ പൂജിക്കണം എന്ന്. കടയിൽ വെള്ളം ഒഴിച്ചാൽ മതി, ബ്രാഞ്ചസ് നനയ്ക്കണ്ടെന്ന്. ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മുടെ ശങ്കകൾ മാറണില്ല. പറഞ്ഞല്ലേ? വിപ്രന്മാരെ കാൽ കഴുകിച്ച് അമ്പാർന്ന് ആദരപൂർവകം പ്രത്യേകിച്ച് ഊൺ കഴിപ്പിച്ചു വേണ്ടും ദക്ഷിണ ചെയ്യണം. ഇതൊക്കെ 8, 10, 12 വയസ്സിൽ അറിയണം. അപ്പോൾ ഒരു സപ്താഹം ഉണ്ടാകുമ്പോൾ അവിടെ എന്താ ചെയ്ത്, ഇവിടെ എന്താ ചെയ്തുകൊണ്ട് ആർക്കാ ദക്ഷിണ ആദ്യം കൊടുക്കേണ്ടത്, എത്ര കൊടുക്കണം, അതിനൊക്കെ യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കണം. ഇപ്പം ഞാനൊക്കെ സപ്താഹം ചെയ്ത സമയത്ത് ആദ്യം അടിച്ചുതള്ളിക്കാരെ വിളിക്കണം. കാരണം എന്താ, ഈ 7 ദിവസം അവരുടെ പ്രയത്നം സ്തുത്യർഹമാണ്. എല്ലാവരും പോയതിൻ്റെ ശേഷം വേണം ക്ലീൻ ചെയ്യാൻ, വേണ്ടേ? അപ്പോൾ നമ്മളൊക്കെ പിന്നെ രാത്രി കലാപരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ ആഹാരം കഴിച്ച് പോവും. അവർ ആഹാരം കഴിക്കാതെ കൊണ്ട് പാത്രങ്ങളൊക്കെ മോറി ക്ലീനാക്കി നേരം വിളിച്ചാകുമ്പോൾ 4:30-5 മണിക്ക് യജ്ഞഹോതാവ് വരുമ്പോഴേക്കും സ്റ്റേജ് ക്ലീൻ ക്ലീൻ ക്ലീൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ ദഹനക്കാരൻ, അത് കഴിഞ്ഞാൽ ക്ഷേത്ര പൂജാരി, മാല കെട്ടണവർ, അതേമാതിരിയുള്ളവർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യജ്ഞഹോതാവ്, പിന്നെ യജ്ഞ പൗരാണികൻ, പിന്നെ ആചാര്യൻ. ഇങ്ങനെയാണ് വേ ഓഫ് ദക്ഷിണ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ മറ്റും അപ്പോൾ പറഞ്ഞു ദക്ഷിണ വിപ്രന്മാരെ കാൽ കഴുകിച്ച് അമ്പാർന്ന് ആദരപൂർവകം പ്രത്യേകിച്ച് ഊൺ കഴിപ്പിച്ചു വേണ്ടും ദക്ഷിണ ചെയ്യണം. മറ്റും വന്നുള്ളവർക്കെല്ലാം ഭക്ഷണാദികളേകിയും പല രൂപത്തിലും സർവേശ്വരനെ തന്നെ കണ്ടുടൻ. ആ ഒരു 2 വരി 1 ഹാസ് ടു ഡൈജസ്റ്റ് ആവണം. പല രൂപത്തിലും സർവേശ്വരനെ തന്നെ കണ്ടുടൻ. എല്ലാവരിലും വന്നവരിലെല്ലാം സർവേശ്വരനാണ്, പരമാത്മാവ് ചൈതന്യമാണ് എന്ന് കണ്ടിട്ട് പരിചയമില്ലാത്ത ആൾക്കാരെ ആദ്യം വിളിച്ചിരുത്തി ഊണ് കഴിപ്പിക്കണം. കാരണം ആതിഥ്യമര്യാദ. കണ്ടുപരിചയമുള്ളവർ വരൂ എന്ന് പറയരുത്. അന്യനാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവർ ആദ്യം വരൂ, കടന്നു വരൂ, പ്രമാണം വരൂ. പറഞ്ഞോ? എന്നിട്ടോ ബഹുമാനിച്ചു സന്തോഷമുളവാക്കണം. ഊണ് കഴിക്കാൻ വരുന്നവരേനെ അല്ലെങ്കിൽ കഥ കേൾക്കാൻ വരുന്നവരെ ക്ഷണിക്കണം. ബഹുമാനിച്ചു സന്തോഷമുളവാക്കണം. പശുക്കൾക്കൊക്കെയും പച്ചപ്പുല്ലു വേണ്ടത്ര നൽകണം. നിങ്ങൾ ലഡ്ഡു ജിലേബിയൊക്കെ കഴിച്ചോളൂ, പശുക്കൾക്ക് നല്ല പച്ചപ്പുല്ല്. ഗോവർദ്ധനത്തിൻ മുകളിൽ തളിച്ചു മെഴുകിയിട്ട് അതിൽ പരിപാവനമാം മട്ടിൽ പത്മമിട്ട് അതിഭംഗിയിൽ. ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ ഗോവർദ്ധനത്തിൻ മുകളിൽ തളിച്ചു മെഴുകിയിട്ട് അതിൽ പരിപാവനമാം മട്ടിൽ പത്മമിട്ട് അതിഭംഗിയിൽ കുറുമ്പുല്ലും കുറുമ്പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർഭപ്പുല്ല്. കുറുമ്പുല്ലും സ്വസ്തികവും വെച്ചു വിഷേകനാഥനെ ആവാഹിച്ചത്രയും ഭക്തിപൂർവകം പൂജ ചെയ്യണം. ആവാഹനം. വിളക്കും മാലയും കൊണ്ടു മറ്റും അങ്ങ് അഴകേറ്റണം, ഭംഗിയാക്കണം.
വിളക്കും മാലയും കൊണ്ടും മറ്റും മങ്ങഴകേറ്റനം കാൺമോർക്ക് ഒക്കെയും ഉൾക്കാമ്പിൽ എത്രയും ഭക്തിയാം വിധം. കണ്ടു നിൽക്കുന്നവർക്ക് കോരിത്തെരിച്ചോ ഭക്തി വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കാം. പാൽ പായസം തുടർന്നുള്ള നിവേദ്യങ്ങൾ മുഴുക്കയും മുമ്പിൽ വെച്ച് നിവേദിച്ചു കൊള്ളണം ഭക്തിപൂർവകം. പാൽപായസം മുതൽക്കുള്ള നിവേദ്യ സാധനങ്ങൾ പത്മമിട്ട് ആവാഹിച്ചിരുത്തിയിട്ടുള്ള പ്രതിമയ്ക്ക് മുന്നിൽ വെച്ച് നിവേദിക്കണം. എന്നിട്ട് പാൽപായസം തുടർന്നുള്ള നിവേദ്യങ്ങൾ മുഴുക്കയും മുമ്പിൽ വെച്ച് നിവേദിച്ചു കൊള്ളേണം ഭക്തിപൂർവകം. പ്രസന്ന പൂജ ഈ വണ്ണം കഴിഞ്ഞാൽ ഉടനെ വരും പർവ്വതത്തെ വലം വെച്ചിടണം ആഘോഷപൂർവകം. പ്രസന്ന പൂജ കഴിഞ്ഞാൽ എല്ലാവരും വരിയായിട്ട് നാമം ചൊല്ലിയിട്ട് ഈ ഗോവർദ്ധന പർവ്വതത്തിന് നമസ്കാരം ചെയ്യണം കൂപ്പുകയോടുകൂടി. ഇടയ്ക്ക ശംഖ് തിമില മദ്ദളം കൊമ്പും ആവിധം പഞ്ചവാദ്യം തകർക്കേണം തകിൽ നാഗസ്വരങ്ങളും. അപ്പോൾ ഈ പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ കൊമ്പ് കുഴൽ പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക ശംഖ് തിമില മദ്ദളം കൊമ്പും ആവിധം പഞ്ചവാദ്യം തകർക്കേണം തകിൽ നാഗസ്വരങ്ങളും. പൊൻപട്ടം കെട്ടിയുള്ളയിടത്തോളവും കൊമ്പനാനകൾ നിരന്നു നിൽക്കണം ഗോവർദ്ധന കുട്ടികൾ പോലവേ. ഗോവർദ്ധന കുട്ടികൾ, ചെറിയ ഗോവർദ്ധന പർവ്വതം പോലെ അനേകം ആനകൾ ഉണ്ടായിക്കോട്ടെ, ഉത്സവം തകർക്കണം എന്നാണ് പറഞ്ഞത്. പൊൻപട്ടം കെട്ടിയുള്ളയിടത്തോളവും കൊമ്പനാനകൾ നിരന്നു നിൽക്കണം ഗോവർദ്ധന കുട്ടികൾ പോലവേ. പുത്തൻ കസവണിപ്പട്ടു പൂഞ്ചേലകൾ മനോജ്ഞമായി ചമഞ്ഞ് അണിഞ്ഞും മുൻകൂട്ടി വരേണം ഇവരെ വരും. ഇവിടെ ഉള്ളവരെ ഭക്തന്മാരൊക്കെ, അതായത് ഗോപസ്ത്രീകളൊക്കെ നേരത്തെ എത്തണം. കിടാങ്ങൾ കുറി തൊട്ട് അമ്പാർന്ന് അണിഞ്ഞ് ആനന്ദമഗ്നരായി. കുട്ടികൾ കുളിച്ച് വൃത്തിയായിട്ട് തലമുടിയൊക്കെ ചെയ്യി ഗോപിക്കുറിയൊക്കെ ഇടണം. എന്നിട്ടോ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പൂമ്പട്ടുടുത്തൻ എന്നരികിൽ തന്നെ നീങ്ങാതെ നിൽക്കണം. നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഉരുമി നിൽക്കണം എന്നാണ് ഭഗവാൻ പറയാ. ഗോപാലന്മാർ നിരന്നെങ്ങും വരിയായി വിലസിയിടണം ഗോവർദ്ധനത്തിന് ഈ വണ്ണം ചെയ്യണം നാം പ്രദക്ഷിണം. കാലാത്മാവായ ഭഗവാൻ ആരാ? കാലാത്മാവ്. എന്താ കാലാത്മാവ്? സമയബന്ധിതന്ന. ഈ സമയബന്ധിതൻ എന്ന് പറയുമ്പോൾ അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ സമയബന്ധിതമായിരിക്കണം. എന്തിനാ ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ 3 മണിക്ക് നട തുറക്കണം, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ വാകച്ചാർത്ത് കഴിയണം, ആദ്യത്തെ പ്രസന്ന പൂജ ഇത്ര മണിക്ക്, അത് കഴിഞ്ഞാൽ ഉഷപ്പൂജ ഇത്ര മണിക്ക്, ഉച്ചപ്പൂജ ഇത്ര മണിക്ക്, അത് കഴിഞ്ഞാൽ ദീപാരാധനയ്ക്ക് മുമ്പ് ഒരു എഴുന്നള്ളിപ്പുണ്ട്, അത് ഗംഭീരാക്കണം. അത് കഴിഞ്ഞാൽ അത്താഴപൂജ, അത് കഴിഞ്ഞിട്ടാണ് ഈ വിളക്കാചാരം. പിന്നെ വിളക്ക് മാടം തെളിയിക്കുക, ഭഗവാനെ പഴുക്കാ മണ്ഡപത്തിൽ ആനയിക്കുക, പിന്നെ നല്ല നല്ല മേളം, തായമ്പക, കുറുങ്കുഴൽ, മദ്ദളപ്പറ്റ, പിന്നെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ക്ഷേത്രങ്ങളായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഗോപാലന്മാർ നിരന്നെങ്ങും വരിയായി വിലസിയിടണം ഗോവർദ്ധനത്തിന് വണ്ണം ചെയ്യണം നാം പ്രദക്ഷിണം. കാലാത്മാവായ ഭഗവാൻ കനിഞ്ഞ ഈ വിധം ഓതവേ നന്നുടൻ ചൊല്ലി നന്ദഗോപാതി സർവരും. പറയാൻ ആളില്ലാത്ത വന്ന കുഴപ്പം. അതാണ് നന്നുടൻ ചൊല്ലി. അപ്പോൾ ഒരു സപ്താഹത്തിനെ പറ്റി സപ്താഹം ചെയ്ത് പരിചയമുള്ളവരോട് ചോദിക്കാണ്ട് ചെയ്താൽ പല അപാകതകളുണ്ടാവും. അറിയാണ്ട് വിഷം കുടിച്ചാൽ മരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയാൻ ആളില്ലാത്ത വന്നത് കുഴപ്പമാണ്. അതുകൊണ്ടാണ് സർവരും നന്നുടൻ ചൊല്ലി നന്ദഗോപാതി സർവരും. കാർവർണ്ണനരുളി ചെയ്ത വിധം ചെയ്തു സമസ്തവും പുണ്യാഹപൂർവം ഗോവപ്രഗിരി പൂജയും ആ വിധം. ഭഗവാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ കാർവർണ്ണൻ അരുളി ചെയ്ത വിധം ചെയ്തു സമസ്തവും, പറഞ്ഞതൊക്കെ ചെയ്തു.
പുണ്യാഹപൂർവം ഗോവിപ്രഗിരിപൂജയും മാവിധം മണിപ്പതക്കവും മുത്തുമാലയും പുതുചേലയും ചമഞ്ഞണിഞ്ഞു വന്നേറി ചായം തേച്ചുള്ള വണ്ടിയിൽ, ചായം തേച്ചുള്ള കമനീയമായ വണ്ടിയിൽ യശോദയും രോഹിണിയും പല ഗോപീജനങ്ങളും രാധയും രമയും ചന്ദ്രാവലിയും ചൊല്ലി ഇങ്ങനെ. അത് അഡീഷണൽ ആട്ടോ, ഭാഗവത്തിലില്ല രാധ എന്നുള്ളത്. രാധയും രമയും, രമ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി തന്നെ, ചന്ദ്രാവലിയും ചൊല്ലി ഇങ്ങനെ ഗോവർദ്ധനോത്സവം പോലെ മഞ്ഞിലെങ്ങുണ്ടൊരുത്സവം. മഞ്ഞിലെങ്ങുണ്ടൊരുത്സവം വേറെ എവിടെ ഇല്ലയെന്നർത്ഥം, അത്രയും എക്സെപ്ഷണൽ കേസ്. ഗോവർദ്ധനോത്സവം പോലെ മഞ്ഞിലെങ്ങുണ്ടൊരുത്സവം തന്നെത്താൻ പലരും കൃഷ്ണഗീതം പാടി തുടങ്ങവേ. വിത്തൗട്ട് എനി ഇൻഡിക്കേഷൻ, വിത്തൗട്ട് എനി എന്താണെന്ന് പറയുക, പ്രഷറില്ലാണ്ട് എല്ലാവരും സ്വയം ശ്രീകൃഷ്ണ ഗീതങ്ങൾ പറയാൻ തുടങ്ങി, ചെല്ലാൻ തുടങ്ങി. കൈകളും പൊക്കി ആനന്ദ നർത്തനം ചിലർ ചെയ്യവേ, ഉത്സാഹം പൂണ്ട വിപ്രന്മാർ ആശീർവാദം മുഴുക്കവേ. അതായത് ഈ ഉത്സാഹം പൂണ്ട വിപ്രന്മാർ ആശീർവാദം മുഴക്കവേ. നന്ദൻ ഗാർവർണ്ണനെ തന്നെ നോക്കി ആനന്ദമേൽക്കവേ. നന്ദഗോപർക്ക് ശ്രീകൃഷ്ണൻ്റെ മേലിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റണില്ല. ഈ കുട്ടി ഇത്ര നല്ലൊരു കാര്യം പറയുക കാരണമല്ലേ ആബാല വൃദ്ധ ജനങ്ങളും ഉത്സവത്തുമർപ്പിൽ ആറാടുകയാണ് ചെയ്യുന്നത്. അതാണ് ബാലാനാം യുവാനാം വൃദ്ധാനാം, ആരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ തയ്യാറായിരിക്കണം. എന്നിട്ടോ നന്ദൻ കാർവർണ്ണനെ തന്നെ നോക്കി ആനന്ദമേൽക്കവേ. പ്രദക്ഷിണം ചെയ്തതെല്ലാം പർവ്വതേന്ദ്രൻ്റെ മുമ്പിലായി വന്നു മോദിച്ചു കൈകൂപ്പി നിന്ന് കൃഷ്ണാനുഗാമികൾ. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു അത്ഭുത പുരുഷൻ 10 പ്രമാണം പൊക്കത്തിൽ അതിനൊത്തുള്ളമയുമായി അത്യന്ത ഗൗരവം പൂണ്ടു മിന്നീടും അതിസുന്ദരൻ. എല്ലാവരും പ്രദക്ഷിണാദികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സന്തോഷപുരുഷന്മാരായിട്ട് നിൽക്കുമ്പോൾ വന്നു മോദിച്ചു കൈകൂപ്പി നിന്നു കൃഷ്ണാനുഗാമികൾ. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നൊരു അത്ഭുത പുരുഷൻ. 10 പ്രമാണം, ഒരു 10 കൂടി അത്ര വലിയ പൊക്കത്തിൽ അതിനൊത്തുള്ളമയുമായി അത്യന്ത ഗൗരവം പൂണ്ടു മിന്നീടും അതിസുന്ദരൻ. പാൽപായസം തൻ മുമ്പാകെ വച്ചത് 5-6 വട്ടിളം. അതായത് വട്ടിളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടാവ് 2 ആൾക്ക് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ പാൽപായസം തൻ മുമ്പാകെ വെച്ചത് 5-6 വട്ടിളം വലുതാം തൃക്കരാം ഭോജം കൊണ്ടു വാരി കൊടിച്ചുടൻ ഗോവർദ്ധനാദ്രി. ഞാൻ നിങ്ങൾ ഈ ആണ്ടിൽ ചെയ്ത പൂജയാൽ മനക്കുരുന്നിലൊട്ടേറെ സന്തോഷിച്ച കിടാങ്ങളെ. ഒരു കൽപ്പന കൊടുത്തു ഇല്ലേ, കൽപ്പന. എല്ലാം അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞത് മറക്കരുത്. എന്ന് പറഞ്ഞതാ ഈ 10 പൊക്കം ഒരാളുണ്ടായി പറഞ്ഞത് ഭഗവാൻ തന്നെ സ്വയം ഗോവർദ്ധന പർവ്വതമായി മാറി വായു പൊളിച്ച് അവിടെയുള്ള നിവേദ്യാദികളൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ പറഞ്ഞു മനക്കുരുന്നിലൊട്ടേറെ സന്തോഷിച്ചേൻ കിടാങ്ങളെ. സർവാഭീഷ്ടങ്ങളും നിങ്ങൾക്കെന്നെന്നും സാധ്യമായി വരും. ഭഗവാൻ ഒരു ആശീർവാദം കൊടുക്കുകയാണ്. സർവാഭീഷ്ടങ്ങളും നിങ്ങൾക്കെന്നെന്നും സാധ്യമായി വരും ഉച്ചത്തിൽ ഈ മട്ട് അരുളി മറിഞ്ഞാൻ ആ മഹാപുമാൻ. കൃഷ്ണൻ തന്നെ ഒരു രൂപമായിട്ട് വന്നിട്ടാണ് പറഞ്ഞത് എന്നാൽ അദ്ദേഹം പറയുകയും ചെയ്തു. അനുഗ്രഹിച്ചു ഭഗവാൻ ഗോവർദ്ധനഗിരീശ്വരൻ. നൈവേദ്യം ഇത്രയധികം ഭക്ഷിച്ചാൻ എന്ന അവജ്ഞയാൽ. ഉണ്ടാക്കിയതൊക്കെ പർവ്വതം കുടിച്ചു. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക? നിന്ദിച്ച. അപ്പോൾ നൈവേദ്യം ഇത്രയധികം ഭക്ഷിച്ചാൻ എന്ന അവജ്ഞയാൽ നിന്ദിച്ചാൽ കൊല്ലും ഈ നമ്മെ പല രൂപങ്ങൾ പുണ്ടവൻ. പർവ്വതാകാരമായിട്ട് രൂപം കണ്ടില്ലേ അയാളെ. ഇനി നമ്മൾക്ക് നിവേദ്യമൊന്നും കിട്ടിയില്ല, അതെല്ലാം ഒറ്റയ്ക്ക് കുടിച്ചു എന്ന് ഒരു നെഗറ്റീവ് റിമാർക്സ് പറഞ്ഞാൽ അയാൾ നമ്മളെ വെറുതെ വിട്ടില്ല, ശിക്ഷിക്കും നമ്മളെ. അതുകൊണ്ടേ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. സന്തോഷമായി എന്ന് പറയാം, സന്തോഷമായി. അപ്പോൾ നിന്ദിച്ചാൽ കൊല്ലും ഈ നമ്മെ പല രൂപങ്ങൾ പുണ്ടവൻ കാർവർണ്ണൻ ഈ വിധം ചൊല്ലി കേട്ടു കൈകൂപ്പിയേവരും. അപ്പോൾ ഭഗവാൻ എല്ലാവരും താക്കി തിന്നു, ആരൊന്നും
എതിർത്ത് പറയേണ്ട എന്ന് പറഞ്ഞു. ഇനി അതിലെ 36-ാമത്തെ ശ്ലോകം, ലാസ്റ്റ് ശ്ലോക. അത്യാനന്ദം പരം അരുളിടും മട്ടിൽ പർവ്വതേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതും അതുവിധം വാട്ടിടേണ്ടും പലേതും പേർത്തും പ്രണയമധുരം തങ്ങളിൽ ചൊല്ലിയും കൊണ്ട് എത്തിച്ചേർന്നാരകോട് അവരെ എല്ലാവരും ഗോകുലത്തിൽ. ഈ ഗോവർദ്ധന പൂജ കഴിഞ്ഞിട്ട് അവരെല്ലാവരും സ്വധാമത്തിലേക്ക് എത്തി. അതാണ് പറഞ്ഞത്. അത്യാനന്ദം പരം അരുളിയിടും മട്ടിൽ ആ പർവ്വതേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതും അതുവിധം വാഴ്ത്തിടേണ്ടും പലേതും പേർത്തും പ്രണയമധുരം തങ്ങളിൽ ചൊല്ലിയും കൊണ്ട് എത്തിച്ചാർന്നാരകൊടവരെ എല്ലാവരും ഗോകുലത്തിൽ നിന്ന് പോയവരൊക്കെ അവിടെ മടങ്ങിയെത്തി. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ സപ്തതിതമസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇനി 71-ാം സർഗ്ഗമാണ് പറഞ്ഞത്. 71-ാം സർഗ്ഗം എന്താ ചോദിച്ചാൽ ഇന്ദ്രൻ്റെ ഗർവവും ഗോവർദ്ധനോദ്ധാരവും. ഇന്ദ്രൻ മഴ പെയ്ച്ചു, പിന്നെ നിവർത്തിയുണ്ടോ? കുടയായിട്ട് പിടിച്ചു പോകുവാൻ. ഇന്ദ്രൻ തനിക്കെഴും യാഗം മുടക്കി ഉടൻ ഈ വിധം പകരം പർവ്വതത്തിങ്കൽ അതോ പരമശത്രുവിൽ. ശ്രദ്ധിക്കണം. ഇന്ദ്രൻ തനിക്കെഴും യാഗം മുടക്കി ഉടൻ ഈ വിധം പകരം പർവ്വതത്തിങ്കൽ. എനിക്ക് കിട്ടേണ്ടത് പർവ്വതത്തിങ്കലോ? എന്താ അത്? ആരാണ് കാരണക്കാരൻ? അതോ പരമശത്രുവിൽ. ഇത്രയൊക്കെയും ആഘോഷപൂർവം യജ്ഞമഹോത്സവം കൊണ്ടാടിടുന്നതായി കണ്ടു കോപാകുലതിമാനസ്. എനിക്ക് ഇവരെ വർഷം ഇത്രയൊന്നും ഗംഭീരമായിട്ട് ചെയ്യാറില്ലല്ലോ. ഇപ്പം എന്താ പെട്ടെന്ന്? ആരപ്പം ഇതിൻ്റെ സൂത്രധാരൻ? ഇത്രയൊക്കെയും ആഘോഷപൂർവം യജ്ഞമഹോത്സവം കൊണ്ടാടിയിടുന്നതായി കണ്ട് കോപാകുലിതമാനവൻ മാനസൻ തന്നെ ഒന്നപമാനിപ്പാൻ വേണ്ടിയാം തുച്ഛമാനുഷൻ. ആരെ നോക്കിയിട്ടാ പറഞ്ഞത്? കൃഷ്ണനെ നോക്കിയിട്ട് ഇന്ദ്രൻ പറയാണ്, തന്നെ ഒന്നപമാനിപ്പാൻ വേണ്ടിയാം തുച്ഛമാനുഷൻ കൽപ്പിച്ചു കൂട്ടി ചെയ്യുന്നതെന്നോർത്തു കലിപ്പുണ്ടവൻ. അപ്പം ഞാനൊരു റിമാർക്സ്, എല്ലാം തെറ്റിദ്ധാരണ തന്നെ അല്ലേ? ശരിയേത് തെറ്റേതെന്ന് സ്വയം തീരുമാനിക്കാൻ നമ്മൾക്ക് പാടില്ലാത്ത സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ് എന്ന് അവർക്ക് തോന്നി. പക്ഷേ ആർക്ക് തോന്നിയില്ല? ഇന്ദ്രന് തോന്നിയില്ല. അപ്പോൾ കാർമേഘങ്ങളെ ഒട്ടാകെ വിളിച്ച ഉച്ചത്തിൽ ഈ വിധം താണ് അവൻ അവർക്ക് ഉടമയെന്നോർത്തു കൽപ്പിച്ചു ഗർവിനാൽ. അവിടെ ഒരു ഗുണപാടുണ്ട്. കാർമേഘങ്ങളെ ഒട്ടാകെ വിളിച്ച് ഉച്ചത്തിൽ ഈ വിധം താനാണവർക്ക് ഉടമയെന്നോർത്ത്. ഇപ്പം ഞാൻ ഇത് എൻ്റെ വീടാന്ന് പറയാൻ പാടില്ല. എന്താ? പേപ്പറിൽ എൻ്റെ വീടാണ് ഇരിക്കണ്ടേ. ഈശ്വരൻ തന്ന വീട് അത്രേ പറയാൻ പാടുള്ളൂ. കാരണം എന്താ? ഇതിൻ്റെ ഞാൻ വരുന്നതിൻ്റെ മുമ്പ് ഈ സ്ഥലം വേറൊരാളുടെ ആയിരുന്നല്ലോ. ഇപ്പോൾ പ്രമാണം എൻ്റെ കയ്യിലാണ്. നാളെ ഞാൻ കാലഹരണ വീട്ടിൽ പോയാൽ ആരാണ് എൻ്റെ പിൻഗാമികൾ? അല്ലേ? എൻ്റെ മക്കൾക്ക്. അപ്പോൾ എല്ലാം ഭഗവാന്റെ മായ, അത്രയേ ഉള്ളൂ. കാർമേഘങ്ങളെ ഒട്ടാകെ വിളിച്ച് ഉച്ചത്തിൽ ഈ വിധം താനാണ് അവർക്ക് ഉടമയെന്നോർത്ത് കൽപ്പിച്ചു ഗർവിനാൽ. അത്ഭുതം തന്നെ കാടന്മാർ കാട്ടിയിടുന്നത് നോക്കുവിൻ. പണത്തിളപ്പാൽ മനുജൻ ഇത്രയും വരുമോ മതും. ഇല്ലേ? നമ്മുടെ ഇടയിൽ ചിലവർ ഒന്നുമില്ലാതെ കിട്ടിരുന്ന ആൾക്കാരുണ്ട്. കാശ് വന്നാൽ അവർ ഗവർണർക്കാട്ടിലും വലിയ ആൾക്കാരായിട്ട് പെരുമാറും. അപ്പോൾ നമ്മളെന്ത് വേണം? നമ്മളൊന്ന് ഒതുങ്ങി കൊടുത്താൽ മതി. അവരായി അവരുടെ പാടായി. ഗോകുലത്തിങ്കൽ ഇടയന്മാരുണ്ട് ചിലരെത്രയും. ഈ നന്ദഗോപന്മാരനെ ഒന്നടക്കം അപഹസിക്കുകയാണ് ഇന്ദ്രൻ. ഗോകുലത്തിങ്കൽ ഇടയന്മാരുണ്ട് ചിലരെത്രയും. മൂടന്മാരാണവർക്കെല്ലാം നേതാവായി നന്ദഗോപനാം. അവരുടെ നേതാവ് നന്ദഗോപൻ. അയാൾക്കൊരു മകനുണ്ടായിരുന്നു ഇപ്പോൾ വാർദ്ധക്യകാലത്ത്. അയാളിപ്പോൾ നിലത്തൊന്നും അല്ലെന്നാ. ആരാ പറഞ്ഞത്? ഇന്ദ്രൻ.
പൈക്കൾ മേയ്ക്കാൻ മുടുക്കേറും കൃഷ്ണനെന്നൊരു പയ്യനെ സേവ കൂടിയിട്ടവൻ നമ്മെ കൂട്ടാക്കാത്തങ്ങു വാഴുകയാം. കൃഷ്ണൻ പറഞ്ഞിട്ടൊരു പയ്യനാണ് ഈ ഗോവർദ്ധന പർവ്വതത്തിനെ പൂജ ചെയ്തതിൻ്റെ മേലാളെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. ഒരു കാര്യം ചെയ്യാം, അവൻ്റെയും അവൻ്റെ വീടും ഗ്രാമവും ഒക്കെ അത് വെള്ളത്തിൽ മുക്കുക നമുക്കെന്നായി. പാലു വിറ്റുപണം കയ്യിൽ പേരുകീടുക കാരണം ദേവന്മാരെ പോലും ഉള്ളിൽ മറന്നേറെ മതിപ്പവൻ. ഇനി ഇല്ലാത്ത കുറ്റമൊന്നുമില്ല അല്ലേ. പൈക്കൾ മേയ്ക്കാൻ മുടുക്കേറും കൃഷ്ണൻ എന്നൊരു പയ്യനെ സേവ കൂട്ടിയിട്ടവൻ നമ്മെ കൂട്ടാക്കാത്ത അങ്ങ് വാഴുകയാം. പാല് വെറ്റുപണം കയ്യിൽ പേരുകീടുക കാരണം ദേവന്മാരോ പോലും ഉള്ളിൽ മറന്ന് ഏറെ മതിപ്പവൻ. എന്നെ വിട്ട വെറും കർമ്മം പാൾ പൊങ്ങും തടി പോലവേ. എന്നെ വിട്ട വെറും കർമ്മം അല്ലേ, എനിക്കല്ലാണ്ട് വേറെ കർമ്മം ചെയ്തതൊക്കെ കൈവിട്ട പാഴ്മരങ്ങളെ പോലെ എന്നാണ് പറഞ്ഞത്. പാൽ പൊങ്ങുതടി പോലവേ ഭവാർണവം കടത്തേടിൽ ഒരാളെയും ഒരിക്കലും. ഭവാർണവം കടക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. വായാടി ഗർവീതൻ താൻ തോന്നി തെണ്ടി താണവനന്തരം ഇടയപ്പയ്യനോടൊപ്പം ദേവേന്ദ്രനോട് എതിർക്കയാം. പക്ഷെ എൻ്റെ മൈ ഗോഡ്, എന്തൊക്കെ ഇന്ദ്രൻ പറഞ്ഞതല്ലേ, ഒരു സംസ്കാരമില്ലാത്തവനെ പോലെ. പക്ഷേ ഇന്ദ്രനാരാ, ഭഗവാൻ തന്നെയാണ്. ഇതാണ് അതിൻ്റെ രസം. അതാത് സമയത്ത് ധർമ്മം വതാ ധർമ്മം ചരാ, ധർമ്മം ചെയ്യാം. വായാടി ഗർവിതൻ താൻ തോന്നി തെണ്ടി താൻ അവൻ അത്തരം ഇടയപ്പയ്യനോടൊപ്പം ദേവേന്ദ്രനോട് എതിർക്കയാം. എത്ര താൻ യോഗ്യനായാലും അവൻ മാനുഷനല്ലയോ. അവിടെയാണ് തെറ്റുപറ്റിയത്. കൃഷ്ണൻ മാനുഷനാണ് എന്ന് ഇന്ദ്രനും തെറ്റിദ്ധരിച്ചു. എത്ര താൻ യോഗ്യനായാലും അവൻ മാനുഷനല്ലയോ. ശ്വാക്കളെ ഐരാവതത്തോട് കയർത്താൽ എന്തു താൻ ഫലം അല്ലേ. നമ്മൾ നാടൻ ശൈലിയിൽ പറയാറുണ്ട്, ഒരാന പോകുന്നത് കണ്ടിട്ട് പൂച്ചയോ പട്ടിയോ നായോ ശബ്ദം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതിനെ തന്നെയാണ് പറയും, ആന മുക്കണ പോലെ മുയൽ മുക്കിയ എന്താ ഉണ്ടാവുക എന്ന് വെച്ചു. ഉടൽ താഴെ പോകുന്നു, അതായത് മുയലിൻ്റെ ഉടൽ പുറത്തേക്ക് വരും മുക്കിയ. അതാണ് ശ്വാക്കൾ ഐരാവതത്തോട് കയർത്താൽ എന്തു താൻ ഫലം. ഐരാവതം ഇന്ദ്രൻ്റെ നാൽക്കൊമ്പനാനയ്ക്ക് സമമാവോ? ഇല്ല. എന്നെ കൂടാതെ കൃഷ്ണൻ്റെ കഴിവാലവൻ ഒഴിയിൽ ജീവിച്ചിടുന്ന സാമർഥ്യം എമ്മട്ടെന്നറിയട്ടെ ഞാൻ. എനിക്ക് അർഹിക്കുന്ന പൂജാദികൾ തരാതെ കണ്ട് ഗോപന്മാർ എങ്ങനെയാണ് നന്ദഗോകുലത്തിൽ ജീവിക്കുക എന്ന് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. എന്നെ കൂടാതെ കൃഷ്ണൻ്റെ കഴിവാലവൻ ഒഴിയിൽ ജീവിച്ചിടുന്ന സാമർഥ്യം എമ്മട്ടെന്നറിയട്ടെ ഞാൻ. കൃഷ്ണൻ പൈമേക്കയാൽ ഏറെ പണം പെരുകി ഇത്രയും പുളച്ചൊരവനെ ചെന്നു പൈക്കളോടെ തകർക്കുവിൻ. കൃഷ്ണനെയും പൈക്കളെയും ഒക്കെ തകർക്കിൻ. നന്ദൻ ഗോപന്മാരെല്ലാവരും വൃന്ദാവനത്തിൽ ആരുണ്ടാവാൻ പാടില്ല. കൃഷ്ണൻ പൈമേക്കയാലേറെ പണം പെരുകി ഇത്രയും പുളച്ചോരവനെ ചെന്ന് പൈക്കളോടെ തകർക്കുവിൻ. വ്രജം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം. വ്രജം മാത്രം നശിപ്പിപ്പിൻ. വ്രജം മാത്രം നശിപ്പിച്ചാൽ മതി, മറ്റുള്ളതോടത്തേക്കൊന്നും പേമാരി പോരുത് കേട്ടോ. പേടിച്ചിടേണ്ട, തെല്ലും ഇതിൽ ഐരാവതത്തിൽ ഏറി ഞാനും പിന്നാലെ വന്നിടാം. ഞാൻ നിങ്ങളൊക്കെ ചെയ്യണത് ശരിയാണോ എന്നൊക്കെ നോക്കാൻ ഞാനൊപ്പം വരുന്നുണ്ട്. നിങ്ങൾ പോയിക്കോളും, പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങൾക്ക് നാഥനായിട്ട്. അപ്പോൾ പറഞ്ഞു, ഈ വണ്ണം ഭാവി ഓർത്തിയിടാതെ എത്രയും ക്രോധമൂർച്ഛിതൻ അഴിച്ചുവിട്ട മേഘങ്ങളുടൻ കൽപ്പിച്ച മാതിരി. അതാണ്, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരുകോപം കൊണ്ട് ഇങ്ങോട്ട് ചാടാമോ? അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ വളരെ സൂക്ഷിക്കണം. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ വരുംപരായകളെപ്പറ്റി ബോധം ഉണ്ടാവണം. അപ്പോൾ ഈ വണ്ണം ഭാവിയോർത്തിയിടാതെ എത്രയും ക്രോധമൂർച്ഛിതൻ അഴിച്ചു വിട്ട മേഘങ്ങളുടൻ കൽപ്പിച്ച മാതിരി പെട്ടെന്ന്
കാർമേഘങ്ങൾ വന്നാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിക്കാളുന്ന സൂര്യബിംബത്തിനെ മറച്ച് ഇരുട്ടാക്കും. രാത്രി കർത്തവാവും ദിവസം രാത്രി 12 മണി അങ്ങനെയാക്കും. അപ്പോൾ ഈ വണ്ണം ഗോകുലത്തിങ്കൽ എങ്ങെങ്ങും ഇരുളേറ്റി ഞൊടിക്കകം കൊടും കാറ്റടിയോടൊപ്പം തുടങ്ങി ഇടിമിന്നലും പിന്നാലെ കാതടിപ്പിക്കും ഇടിയൊച്ച ഭയങ്കരം അല്ലേ, പിന്നാലെ കാതടിപ്പിക്കും ഇടിയൊച്ച ഭയങ്കരം ഇരുമ്പൽ അതിദൂരത്തു നിന്നേ കേൾക്കായി നിഷ്ഠുരം. വളരെ ഭയാനകമായ രീതിയിൽ മഴ എരമ്പി വരുന്നത് ദൂരെ നിന്ന് തന്നെ ശ്രവിക്കാൻ സാധിച്ചു എന്നാ. വെൺപാറക്കല്ല് പോലെങ്ങും മഞ്ഞിൻ കട്ടകൾ വീഴുകയായി മഞ്ഞ് പെയ്യാൻ തുടങ്ങിയതാണ്. അതാണ് പിന്നാലെ കാതടിപ്പിക്കും ഇടിയൊച്ച ഭയങ്കരം ഇരമ്പിയ അതിദൂരത്തു നിന്നേൽ കേൾക്കായി നിഷ്ഠുരം. പിന്നെയോ വെൺപാറക്കല്ല് വെൺപാറക്കല്ല് പോലെങ്ങും മഞ്ഞിൻ കട്ടകൾ വീഴുകയായി തുമ്പിക്കൈ വണ്ണമാർന്നോരോ തൂണുപോലവിടങ്ങളിൽ വർഷിച്ചിടുകയാലെങ്ങും പ്രളയം വന്ന മാതിരി പറമ്പും മുറ്റവും വെള്ളം നിറഞ്ഞിട്ടൊരുപോലെയായി കലക്കുവെള്ളം എങ്ങെങ്ങും ഒലിച്ചു വഴി നീളവേ ഇന്ദ്രൻ്റെ വന്മതം പൊട്ടി ഒഴുകുന്നത് പോലവേ. എന്താ ഉപമ പറഞ്ഞത്? കലക്കുവെള്ളം എങ്ങെങ്ങും ഒലിച്ചു വഴി നീളവേ ഇന്ദ്രൻ്റെ വന്മതം പൊട്ടി ഒഴുകുന്നത് പോലവേ തലയും താഴ്ത്തി ഓടിക്കൊണ്ട് എത്തി പൈക്കൂട്ടമൊക്കെയും തലയും താഴ്ത്തി ഓടിക്കൊണ്ട് എത്തി പൈക്കൂട്ടമൊക്കെയും ഉടുപൂഞ്ചേലയൊട്ടാകെ നനഞ്ഞെത്തിയ ഗോപികൾ. അവരുടെ വസ്ത്രമൊക്കെ നനഞ്ഞ് ഈറൻ പിണ്ടിയായി. കൃഷ്ണൻ്റെ അരികിൽ തങ്ങി വിറച്ചും കൊണ്ടു നിൽക്കയായി. ശ്രദ്ധിക്കണം, കൃഷ്ണൻ്റെ അരികിൽ തങ്ങി വിറച്ചും കൊണ്ടു നിൽക്കയായി അങ്ങിങ്ങോരോ മരം പൊട്ടി വീഴുവതാം ഒച്ച കേൾക്കവേ മഴ കൂടുന്നതായി കണ്ടു നന്ദഗോപാലൻ ഈ വിധം മകനോടോതിനാൻ നമ്മൾക്ക് ആപത്തായി വന്നുകൂടുമോ മോനെ, നമ്മൾക്ക് വല്ല അപകടം വരുമോ, നമ്മൾ കുറച്ച് അതിപ്രസംഗം വല്ലതും ചെയ്തുവോ? അച്ഛനെന്തിനാ പേടിക്കണം, ഞാനില്ലേ അതാ ഭഗവാൻ ചോദിക്കണതേ. ഇത് നമ്മളോട് നമ്മൾ പറയണം. ഏത് പ്രതികൂല സാഹചര്യത്തിൽ പെട്ടാലും ഭഗവാൻ എന്നെ രക്ഷിക്കും. ഒരു തരം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഭഗവാൻ എന്നെ രക്ഷിക്കും. 2 തരം. ഏത് ഒലക്കട മൂട്ടിൽ അല്ലേ, ഒലക്കട മൂട്ടിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നാലും ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നുകൂടിയാൽ മലകളിളകിലും മഹാജനാനാ മനമിളക. മലകൾ ഇളകിയെന്ന് വരും. മഹാജനങ്ങൾക്ക് മനസ്സിളകാൻ പാടില്ല. പാറ പോലെ ഉറയ്ക്കണം. കാരണം ഭഗവാൻ അറിയാത്തൊരു കാര്യമില്ല. ഭഗവാനെ ധിക്കരിച്ചും കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യണമില്ല, പിന്നെന്താ? അപ്പോൾ പറഞ്ഞു, മഴ കൂടുന്നതായി കണ്ടു നന്ദഗോപാലൻ ഈ വിധം മകനോടോതിനാൻ നമ്മൾക്ക് ആപത്തായി വന്നുകൂടുമ്പോൾ ഇന്ദ്രൻ വല്ലാതെ കോപിച്ചു വഴി എന്തിന് കേശവാ. മോനെ പൊന്നുംകുട്ട, മഴ കനത്ത് വരണമല്ലോ, എന്താ ചെയ്യുക? ഈ രമ്പി വന്നിടും വർഷം നോക്കുക കമലലോചനം ക്രുദ്ധനായ മഹേന്ദ്രങ്കൽ നിന്നു നീ തന്നെ ഗോകുലം കാത്തുകൊണ്ടിടണം കുഞ്ഞേ, മറ്റൊന്നും രക്ഷയില്ല ഇനി. ആ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ നമ്മളൊന്ന് മനസ്സ് നോക്കുക. ക്രുദ്ധനായ മഹേന്ദ്രങ്കൽ നിന്ന് നീ തന്നെ ഗോകുലം കാത്തുകൊണ്ടിടണം കുഞ്ഞേ, മറ്റൊന്നും രക്ഷയില്ല ഇനി. നാശത്തിനായൊരുമ്പെട്ട സഹസ്രാക്ഷൻ്റെ സാഹസം കണ്ടു കാർവർണ്ണൻ ഉൾക്കാമ്പിലോർത്താൻ കാരുണ്യഭാരതി. മൂപ്പര് ഒന്ന് ഇന്ദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ബാക്ക്വേഡ് പോയിട്ട് ഒന്ന് പ്ലേ ചെയ്തു. ഇയാൾക്ക് ഇത്രയൊക്കെ ക്രോധം എൻ്റെ അടുത്ത്, എന്നെ ശിക്ഷിക്കുന്നതിന് പകരം ഈ പൈക്കളെയും വ്രജത്തിനെയും നശിപ്പിക്കാൻ എന്തിനാ മഹാപാപി തുടങ്ങിയത്? ഇത്ര ബുദ്ധിയില്ലേ അയാൾക്ക്? ആരാ അയാളെന്നെ ഇന്ദ്രനാക്കിയത് എന്നൊക്കെ ഇദ്ദേഹത്തിന് അല്ലേ. അപ്പോൾ പറഞ്ഞു,
നാശത്തിനായൊരുമ്പെട്ട സഹസ്രാക്ഷൻ്റെ സാഹസം. ഈ ഇന്ദ്രൻ്റെ പേരാണ് സഹസ്രാക്ഷൻ. കണ്ടു കാർവർണ്ണൻ ഉൾക്കാമ്പിലോർത്താൻ കാരുണ്യവാരിധി, ഇതിനു പരിഹാരം ഞാനിപ്പോൾ ഈ മട്ടു ചെയ്തിടാം. എൻ്റെ പ്രതിക്രിയയുണ്ട്, എല്ലാറ്റിനും ഭഗവാന്റെ പ്രതിക്രിയയുണ്ട്. ഐശ്വര്യമതന്മാരെല്ലാം കണ്ടുപഠിക്കണം. എൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി കണ്ട് ഐശ്വര്യമതന്മാരൊക്കെ വറക്കണം. സ്വാത്വികന്മാർക്ക് അഹങ്കാരം വരാൻ പാടില്ല ഒരിക്കലും. ഇതാണ് 8, 10, 12 വയസ്സിൽ നമ്മൾ പഠിക്കേണ്ടത്. സ്വാത്വികന്മാർക്ക് അഹങ്കാരം വരാൻ പാടില്ല ഒരിക്കലും. വന്നാൽ അവർക്കു ഞാൻ തേജോവധം ചെയ്യണം ഔഷധം. അവരെ ഇരുത്താൻ എൻ്റെ സിദ്ധൌഷധമുണ്ട്. എന്താ? മഹൌഷധാണത്. സേവിപ്പിക്കണം ആ മട്ടിൽ ആദ്യം, എന്നാൽ എളുപ്പമാമല്ലെങ്കിൽ അവർ അത്യന്തം ആപത്തേൽക്കേണ്ടതായി വരും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അവരെ ശിക്ഷിക്കണത്? അല്ലെങ്കിൽ അവർ ഈ ഭൂമുഖത്തിൽ നിന്ന് തന്നെ വാനിഷാവും. അതാവാൻ പാടില്ല. അവരൊക്കെ എൻ്റെ ഭക്തന്മാരാണ്. ഭഗവാൻ പറയാണ്, അതിനാൽ എന്നെ ഈ വണ്ണം ആശ്രയിച്ചോരെ ഒക്കെ ഞാൻ കാത്തുപോരും വിധം കണ്ടു നാണിച്ചിടണം. ഇന്ന് അവൻ ഈ ഗോകുലവാസികളെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് ചെയ്യും. അവൻ നാണിച്ച് എൻ്റെ കാലിൽ വന്ന് വീഴണം. അതിനാൽ എന്നെ ഈ വണ്ണം ആശ്രയിച്ചോരെ ഒക്കെ ഞാൻ കാത്തുപോരും വിധം കണ്ടു നാണിച്ചിടണം. ഇന്ന് അവൻ കറ്റക്കാർ വർണ്ണൻ അമ്പാർന്നിതുവിധം അകതാരിങ്കൽ ഓർത്ത് അദ്രിയെ ചെന്ന് ഒറ്റക്കൈ കൊണ്ട് പൊങ്ങിച്ച് അഖിലരോടും അതിൽ ചോട്ടിൽ വന്നങ്ങുലാവാൻ ചെറ്റും പേടിച്ചിടാകൻ എന്ന് അരുളി വിലസിനാൻ. ഏതഴൽ പാടിലും താൻ പറ്റിച്ചേർന്നിടുവോരിൽ കനിവോടു കുടയും നിർത്തി നിൽക്കുന്ന പോലെ. അവസാനത്തെ ശ്ലോകം അത് 31. കറ്റക്കാർ വർണ്ണൻ അമ്പാർന്ന് ഇതുവിധം അകതാരിങ്കൽ ഓർത്താൻ അദ്രിയെ ചെന്ന് ഒറ്റക്കൈ കൊണ്ടു പൊങ്ങിച്ച് അഖിലരോടും അതിൻ ചോട്ടിൽ വന്ന് അങ്ങുലാവാൻ. ഇവിടെ എത്ര സ്ഥലമുണ്ട്, എങ്ങോട്ടും വേണമെങ്കിലും പോവാം, മഴ കൊള്ളണ്ട. ഈ പ്രദേശത്തുള്ളവർക്ക് പൈക്കടങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഇവിടെ നിൽക്കാം. ഇതൊരു കുട പിടിച്ച മാതിരിയാണ്. ഒറ്റയ്ക്ക് ഗോവർദ്ധന പർവ്വതത്തെ ഇങ്ങോട്ട് പൊന്തിച്ചു പോകാൻ. അതിൻ ചോട്ടിൽ വന്നും ഉലാവാൻ ചുറ്റും പേടിച്ചാകുന്നരുളി വിലസിനാൻ. ലവലേശം പേടിക്കണ്ട. വിലസിനാൻ ഏത് അഴൽപ്പാടിലും താൻ. ഏത് ബുദ്ധിമുട്ടിലും. ഞാൻ വെറുതെയാണോ 1 വിധം 2 വിധം 3 വിധം ലേലം വിളിച്ചത്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാൻ നിർനിമേഷനായിട്ട് നമ്മളെ രക്ഷിക്കും. ചെറ്റും പേടിച്ചിടാ എന്നരുളി വിലസിനാൻ ഏതഴൽ പാടിലും താൻ പറ്റിച്ചേർന്നിടുവോരിൽ കനിവോടുകൂടെയും. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ മണ്ടമുട്ടിയാൽ അവരെ ഭഗവാൻ പിന്നെ ചേർത്ത് പിടിക്കാതെയില്ല. പറ്റിച്ചേർന്നിടുവോരിൽ കനിവോടുകൂടെയും നിർത്തി നിൽക്കുന്ന പോലെ. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകസപ്തതിതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. എല്ലാവർക്കും ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.